ഗുരുശ്രേഷ്ഠനായ വസന്ത മാഷ്, അധ്യക്ഷൻ, സദസ്സിലെയും യുവതിലെയും സഹോദരരെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതുവരെ നമ്മൾ വേറൊരു ലോകത്തിലായിരുന്നു. വസന്ത മാഷ് പ്രസംഗം കേട്ടുകൊണ്ട് മറ്റൊരു ലോകത്തിലിരിക്കുകയും അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. അതായത് എന്നോട് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് യുലീസസ് എന്ന പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. ഇതിൻ്റെ വിവർത്തനത്തെക്കുറിച്ചിട്ടും കുറിച്ച് പറയേണ്ടത്. യുലീസസ് എന്നത് 2-3 നിലയ്ക്ക് ഉച്ചരിക്കാറുണ്ട്. യുലീസിസ് എന്നും പറയും, യുലീസസ് എന്നും പറയും. ഇന്നില്ല, പിന്നെയുള്ള, പിന്നെ ഉള്ളി, അങ്ങനെ 3 തരത്തിലുണ്ട്. ഇത് ഹോമറിൻ്റെ ഒഡീസി എന്ന ഗ്രന്ഥത്തിലെ ഒഡീസിയസ് എന്ന കഥാപാത്രമുണ്ട്. ഈ കഥാപാത്രത്തിൻ്റെ ലാറ്റിൻ പേരാണ് യുലീസസ്. യുലീസസ് യുലീസസിൻ്റെ വിവർത്തനത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആ വിവർത്തനത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തിപ്പെട്ടു എന്നൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം യുലീസസ് വിവർത്തനം ചെയ്യുക അത്ര എളുപ്പമല്ല, അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ആർക്കും സാധ്യമല്ല എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഞാൻ എന്തിനു ഒരുപ്പെട്ടു എന്ന് പറയാം. അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പ്രസക്തിയില്ല. ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് 1984-85 മറ്റ കാലമാണ്. അന്നത്തെ മലയാളം ആനുകാലികങ്ങളിൽ യുലീസിനെ കുറിച്ചൊരു വ്യാപകമായ ചർച്ച നടന്നു. അതിൻ്റെ അതിമഹത്തരമായിട്ട് ചില വിശേഷണങ്ങളും അതുകൊണ്ടൊക്കെ എല്ലാ പ്രമുഖ വാരികകളിലും ഉണ്ടായിരുന്നു. അതന്ന് കുറച്ച് വിഷമമുള്ള നോവലാണെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അത്രയും വിഷമമുണ്ടെന്ന് എനിക്ക് നിശ്ചയമായിരുന്നില്ല. ഞാനത് വായിച്ചിട്ട് ഈ റിപ്പോർട്ടുകളൊക്കെ വായിച്ചിട്ട് എന്ത് വന്നാലും വേണ്ടില്ല, അതൊന്ന് വായിക്കണം, യുലീസസ് വായിക്കണം എന്ന് തന്നെ നിർബന്ധിക്കുകയും ചെയ്യും. നാട്ടിൽ പോയിരുന്ന ഒരാളെ കൊണ്ട് അതിലൊരു കൂട്ടി കൊണ്ടിരിച്ചു. അങ്ങനെ വളരെ ആവശ്യത്തോടെ വായിക്കാൻ വേണ്ടി കയ്യിലെടുത്ത് എങ്ങനെയോ തട്ടിമുട്ടി ഒരു 200 പേജ് കഷ്ടിച്ച് വായിച്ചു. ഒരു രക്ഷയില്ല, ഒരു എത്തും പിടിയും കിട്ടിയില്ല. അവസാനം അത് അടക്കി വെച്ചു. അങ്ങനെ ഞാൻ ഗൾഫിൽ നിന്ന് അടുത്ത കൊല്ലം തന്നെ ഞാൻ ഗൾഫിൽ തിരിച്ചു പോകും. അവിടുത്തെ ജോലി രാജിവെച്ച് തിരിച്ചു പോകും. എൻ്റെ നാട്ടിൽ എക്സ്പ്രസ് പത്രത്തിൽ ചേർന്നു. ചില റിപ്പോർട്ടുകളൊക്കെ അയച്ചിരുന്നു. അതിൻ്റെ ഒരു ബേസിലാണ് എനിക്ക് കിട്ടിയത്. എക്സ്പ്രസ്സിൽ ചേർന്ന് അതൊരു 10 കൊല്ലം അതിന് വർക്ക് ചെയ്യുമ്പോഴേക്കും സാമ്പത്തിക പ്രതിസന്ധി മൂലം അത് നോക്കി. ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നതിനെ ആലോചിച്ചത് എനിക്ക് വേണം പെൻബുക്സിൻ്റെ ഒരു പരസ്യം മലയാളം വരികളിൽ കണ്ടിട്ട് വിവർത്തകരെ ആവശ്യമുണ്ടെന്ന് അത് ഞാനതിനെ അപേക്ഷിച്ച് എനിക്ക് വിവർത്തക പാനലിലേക്ക് തന്നെ തിരഞ്ഞെടുത്തു. അവിടുന്ന് 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഞാൻ DC ബുക്സിൽ പരസ്യം വന്നു. അതിലേക്കും അപേക്ഷ അയച്ചു. അതിലും തന്നെ പാനലിലേക്ക് തിരഞ്ഞെടുത്തു. ഇപ്പോൾ സാമ്പിൾ ടെസ്റ്റ് തന്നിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്, വെറുതെ അല്ല. നോ ഫിക്ഷൻ നോൺ ഫിക്ഷനൊക്കെ ചെയ്ത് അത് അയച്ചു കൊടുക്കണം. അപ്പോൾ അവിടുത്തെ കമ്മിറ്റി തീരുമാനിച്ചു. അങ്ങനെ കിട്ടിയത്. അതായത് പറയാൻ കാരണം അങ്ങനെ എക്സ്പ്രസ് ഈ വിവർത്തനത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു പുസ്തകം ജാൻ ഷെനെ തീഫ്സ് ജേണൽ എന്ന പുസ്തകത്തിൻ്റെ പേര്, ഒരു കള്ളൻ്റെ ദിനസരിക്കുറിപ്പ്. അത് പ്രകാശനം ചെയ്തത് K. അരവിന്ദാക്ഷനാണ്. K. അരവിന്ദാക്ഷൻ നിങ്ങൾ അറിയുമായിരിക്കും. നോവലിസ്റ്റും സാമൂഹിക ചിന്തകരൊക്കെ ആയ ആളാണ്. അങ്ങനെ ഈ രാൻഷനെ പുസ്തകം തന്നെ കുറച്ച് ടഫാണ്. അപ്പോൾ എന്നോട് ചോദിച്ചത് കഴിഞ്ഞപ്പോഴേ ഈ രാൻഷനെ വിവർത്തനം ചെയ്ത തനിക്ക് യുലീസസ് ചെയ്തുകൂടെ. യുലീസിനെ കുറിച്ചിട്ട് ഞാൻ പിന്നെ ഗൾഫിൽ വെച്ചിട്ടുള്ള ആലോചന മാത്രമേ ഉണ്ടായിട്ടതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഗൾഫിൽ വെച്ച് ഞാനിത് വായിച്ചതാണല്ലോ. ഒന്ന് ശ്രമിച്ച് നോക്കാം. അത് അങ്ങനെ യുലീസസിലേക്ക് എന്തായാലും ഒന്ന് ചെയ്യാം എന്നുള്ള തീരുമാനിച്ചു. ഇത്ര ബുദ്ധിമുട്ടിയാലും. അപ്പോഴേക്കും ഞാൻ 10-50 പുസ്തകങ്ങൾ ചെയ്ത് കഴിഞ്ഞ് 80-85 പുസ്തകങ്ങൾ ചെയ്ത് കഴിഞ്ഞിരുന്നു. പല ക്ലാസിക്കുകളും അടക്കം. ആ ഒരു തഴക്കം ഉണ്ടല്ലോ, അതെനിക്ക് ധൈര്യം തന്നു ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സാഹിത്യ സുഹൃത്തുക്കളെ സമീപിച്ചു. ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ട്, അതെങ്ങനെയാണ് നോക്കുമ്പോൾ അവരെനിക്ക് പ്രോത്സാഹിപ്പിച്ചു. തനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ, എങ്ങനെയും ശ്രമിക്കരുത്, അതൊരു വലിയ കാര്യമാണ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ.
എൻ്റെ ഈ വിവർത്തന സാഹിത്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒന്നായിരിക്കും ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത് കയറിപ്പോയി. അങ്ങനെയാണ് അവർ എൻ്റെ സുഹൃത്തുക്കൾ ചിലർ സഹായിച്ചവർ ഒന്ന് ഈ സന്തോഷ് കുമാറാണ്, ഇത് നോവലിസ്റ്റും കഥാകൃത്തായിട്ടുള്ള സന്തോഷ് കുമാർ. അദ്ദേഹം ഇതിൻ്റെ ഒരു നോട്ട്സ് രണ്ടുപേരും കൂടി തയ്യാറാക്കിയൊരു നോട്ട്സ്, അത് തന്നെ ഒരു 10,000-3000 പേജ് വരും. അതായത് പേര് അവരുടെ പേര് യൂണിസസ് അലോട്ടഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. രണ്ട് പേര് ഇതിൽ. അപ്പോൾ അത് യൂണിസസ് അലോട്ടഡ് റഫർ ചെയ്ത് അതിൻ്റെ ലിങ്കൊക്കെ എടുത്ത് ഫോട്ടോക്കെ എടുത്ത് ഒരു ഡെയിലി ഇത് നൽകി വയ്ക്കും. അതാണ് എൻ്റെ വാസ്തവത്തിൽ യൂണിസസ് വിവർത്തനം ചെയ്യാൻ സാധിച്ചത്. ചില പ്രധാനപ്പെട്ട അതിൽ ഈ 3000 പേജ് ഉണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കുന്നു, അതും ചുരുക്കിയത്. അല്ലെങ്കിൽ ഇപ്പോൾ യൂണിസസ് 1244 പേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയാകുമായിരുന്നു. അപ്പോൾ ആർക്കും അത് പിടിക്കാൻ തന്നെ പ്രയാസമാകും, മുഴുവൻ കൊടുക്കണം. അപ്പോൾ അവിടെ പ്രസക്തമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം. അപ്പോൾ അതിൽ എൻ്റെ ഒരു പ്രേരണ യൂണിസസ് എങ്ങനെയും വായിക്കണം എന്നുള്ള എൻ്റെ ഒരു ശബ്ദം, അത് ഇതിലൂടെ വിവർത്തനത്തിലൂടെ എങ്കിലും നിറവേറ്റുക. ഇത് എത്ര കാലം പിടിച്ചാലും വേണ്ടില്ല, ഇത് ചെയ്യണം എന്നുള്ളൊരു വാശി എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് ഞാൻ എനിക്ക് പ്രവേശിച്ചത്. അത് വിവർത്തനം ചെയ്യാൻ സാഹിത്യ അക്കാദമിയുടെ കമ്മിറ്റിയുടെ മുമ്പാകെ വെച്ചു ഇങ്ങനൊരു പരിപാടിയുണ്ട്, വിവർത്തനം ചെയ്യുകയാണ്. ഞാൻ എത്ര പുസ്തകങ്ങളൊക്കെ വിവർത്തനം ചെയ്ത ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് കമ്മിറ്റി ഏകണ്ഠമായി അംഗീകരിച്ചു. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു വെല്ലുവിളിയായി സ്വീകരിച്ച് വിവർത്തനത്തിലെത്തി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ യൂണിസസും അതുപോലെ തന്നെ PS എലിയറ്റിൻ്റെ നേരത്തെ വസന്തമാഷം ഇവിടെ പരാമർശിച്ച PS എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡ് നൊബേൽ സമ്മാനം കിട്ടിയ കൃതിയാണ് വേസ്റ്റ് ലാൻഡ്. അത് രണ്ടും ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ആധുനിക സൃഷ്ടികളായിട്ടാണ് കരുതുന്നത്. അത് ആധുനിക നോവലിൻ്റെയും ആധുനിക കവിതയുടെയും തുടക്കം ആണ്. പലരും പിന്നീട് അതിനെ അവലംബിച്ച് ഇത് അനുകരിച്ച് പറയാം ആണ് സൃഷ്ടികൾ നടത്തിയത് എന്നാണ് പറയുന്നത്. ഈ യൂണിസസിൻ്റെ ചില ഒരു ബോധപാത രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്, അതിൽ രീതിയിൽ പറയാം. ഇതിൽ ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ വിവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ എനിക്കതിന് കഠിനമായ കാഠിന്യം തോന്നി തുടങ്ങി. അപ്പോഴാണ് ഇത്രയും കഠിനമാണല്ലോ, അത്രയും ക്ലേശകരമാണല്ലോ ഇതിൻ്റെ വിവർത്തനം, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ മുമ്പ് പറയുന്നുണ്ട് എല്ലാവരും ബുദ്ധിമുട്ടാണ്, പലരും കാണുന്നുണ്ട്, തനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയതുണ്ട് വലിയ വലിയ ആൾക്കാർ തന്നെ. അതും ഒരു വെല്ലുവിളിയായിട്ട് എടുത്തു. അങ്ങനെ നിരുത്സാഹപ്പെടാൻ പാടില്ല. എനിക്കിത് എന്തായാലും അക്കാലത്ത് ഗൂഗിളും ഇതൊക്കെ ഉണ്ട്, അത് വലിയൊരു സമാധാനം. ഇപ്പോഴത്തെ അതൊക്കെ ആയിരിക്കും അറിയാത്ത വാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് ഡിക്ഷണറിയിലില്ലാത്ത കുറേ വാക്കുകൾ യൂണിസസിനുണ്ട്. അതും കുറേയൊക്കെ അശ്ലീല പദങ്ങളൊക്കെയുള്ള ദ്വയാർത്ഥമുള്ള ബോച്ചസ്റ്റൈൽ വാക്കുകളാണ് അത്. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആസ് ഇൻ യൂണിസസ്. ഡിക്ഷണറി ഉണ്ട്, അതൊക്കെ ഗൂഗിളൊക്കെ നോക്കുന്നു. ആസ് ഇൻ യൂണിസസ് നമ്മൾ അതിന് മാത്രം ഉപയോഗിച്ചാണ്, അവർക്ക് വേണ്ടി മാത്രം ഉള്ള വാക്കുകളാണ് അതിന് ഈ നിഘണ്ടുകാരൻ എടുത്തുകൊള്ളാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതിന് ഈ നമ്മളെ ജെയിംസ് ജോയ്സ് ഇതിൻ്റെ ഓദർ തന്നെ ഒരു മുൻകൂർജാമ്യം എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതാണ്, I have put in so many enigmas and puzzles that it will keep the professors busy for centuries arguing over what I meant, and that is the only way of ensuring one's immortality. ഞാൻ എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത് എന്നതിനെ ചൊല്ലി തർക്കിച്ച് പ്രൊഫസർമാരെ നൂറ്റാണ്ടുകളോളം തിരക്കുള്ളവരാക്കി നിലനിർത്താൻ പാകത്തിൽ നിരവധി പ്രഹേളികകളും ഗൂഢപ്രശ്നങ്ങളും ഞാനിതിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. ഗുരുവൻ്റെ അനശ്വരത ഉറപ്പുവരുത്തുന്നതിനുള്ള ഏക വഴി ഇതാണ്. ശരിയാണ്. ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച നടത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ യൂണിസസ് എന്നുള്ളൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്, അതിൽ ഞാനും അംഗമാണ്.
അപ്പോൾ അത് നിരന്തരമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഇംഗ്ലീഷസ് നമ്മൾ അത് ചിലപ്പോൾ ഒരു വാക്യമാവും അന്നത്തെ ചർച്ചാ വിഷയം. ഞാനിത് മലയാളത്തിൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു കറണ്ട് ഇട്ടപ്പോഴും അവർക്ക് അനുഭവം എങ്ങനെ ചെയ്തു അതിൻ്റെ അനുഭവങ്ങളൊക്കെ എന്തൊക്കെ എന്നോട് കുടിക്കണം ഇംഗ്ലീഷസിൽ ആകെ 18 അധ്യായങ്ങളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 18 അധ്യായങ്ങളും 18 തരം പരീക്ഷണങ്ങളാണ്. സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു ആഖ്യായിക പോലെ എഴുതി പോയിരിക്കില്ല. 18 തരത്തിലാണത് പറഞ്ഞിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷമം. അത് തർജ്ജമ ചെയ്യാന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ നമ്മൾ ചെയ്യണം. അങ്ങനെ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. സാധാരണ ഇതിൽ പറഞ്ഞു പോയാൽ ഒരു സാധാരണ തർജ്ജമ ആവും. അങ്ങനെയല്ല, ഈ 18 അധ്യായങ്ങളായിട്ട് ജോയ്സ് പരാമർശിക്കാത്ത ഒരു വിഷയമില്ല. സാഹിത്യം, ചരിത്രം, ഇതിഹാസം, സമകാലിക സംഭവങ്ങൾ, രാഷ്ട്രീയം, തത്വചിന്ത, നിഗൂഢാത്മകത്വം, തദ്ദേശ ആചാരങ്ങൾ, പുരാണങ്ങൾ, മതം, ആധുനിക ശാസ്ത്രം, അന്ധവിശ്വാസങ്ങൾ, നാടൻപാട്ടുകൾ, ഓപ്പറ, നാടകം, സാഹിത്യ നിരൂപണം തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂചനകളും ഭാഷാപരമായ കസർത്തുകളും അഭ്യാസങ്ങളും ഒട്ടനവധി സാഹിത്യാനുകരണങ്ങൾ യുലിസസിനുണ്ട്. യുലിസസിൻ്റെ സംഗീതാത്മകമായ ഭാഷയാണ് എന്നെ ഇതിലേക്ക് അവതരിപ്പിച്ചത്. ഇത് ടഫാണെങ്കിലും അല്ലെങ്കിൽ പലതരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭാഷയ്ക്ക് ഒരു റിതം അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട്, ഒരു താളം. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. പക്ഷേ ഭാഷ അത്ര ടഫൊന്നുമല്ല, ഇതിൻ്റെ ആശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് ടഫും. ഭാഷ അത്ര ടഫാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ മനോഹരമായ ഭാഷയാണ്. ഇതിലെ മിക്ക അധ്യായങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത് സാഹിത്യ അനുകരണങ്ങൾക്ക് വേണ്ടിയാണ്. മറ്റുള്ള ഓഡിയൻസിനെ കളിയാക്കിക്കൊണ്ട് അനുകരിക്കുക. ഇന്നത്തെ മിമിക്രിക്കാരുടെ ഒരു സ്വഭാവം. അതാണ് അദ്ദേഹം മിക്ക ചാപ്റ്ററിലും സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഉദാഹരണമായിട്ട് 7-ാം അധ്യായമായ ഇയോലസിസ് എന്നിട്ട് ഒരു ഇതുണ്ട്. ഇതിൽ പത്രപ്രവർത്തന ശൈലിയെയാണ് കളിയാക്കി അനുകരിച്ചിരിക്കുന്നത്. അന്നത്തെ പത്രപ്രവർത്തന ശൈലി ഇത് ഫീച്ചർ എഴുത്തിനെയും പത്ര റിപ്പോർട്ടിങ്ങിനെയും മറ്റും ഇതിൽ രസകരമായി അനുകരിച്ചിട്ടുണ്ട്. എന്നിപ്പോൾ മുഴുവൻ ഉദാഹരണം എടുത്ത് കാണിക്കാൻ സമയം ഉണ്ടാവില്ല. ഇത് 9-ാം അധ്യായത്തിൽ സില ആൻഡ് കാരിറ്റീസ്, അതിൽ ഷേക്സ്പിയറെ കുറിച്ച് ഒരു 30 പേജോളം രസകരമായ വിവരണങ്ങളുണ്ട്. ഷേക്സ്പിയറെ വിദ്യക്രമങ്ങളും ഇതൊക്കെ അതിൽ തുറന്ന് പറയുന്നുണ്ട്. ഷേക്സ്പിയറുടെ ഇമ്മോറൽ വേസ് അതടക്കം പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത് ഒരു കാലത്ത് അപ്പം ഇതിൽ അശ്ലീലാണ് ഇംഗ്ലീഷസ് മുഴുവൻ അശ്ലീലാണെന്ന് പറഞ്ഞിട്ട് ബ്രിട്ടനിലും അമേരിക്കയിലും മറ്റു ചില രാഷ്ട്രങ്ങളിലൊക്കെ ഇത് നിരോധിക്കേണ്ടത്. ഇംഗ്ലീഷസ് നിരോധിച്ചു, ശരിക്കും നിരോധിച്ചു. അങ്ങനെ പിന്നെ കുറേ കേസും കൊണ്ടൊക്കെ ആയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അത് പിൻവലിച്ചു. പിന്നെ അതിനേക്കാളും രസകരം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ യൂണിവേഴ്സിറ്റികളിൽ നിർബന്ധിത പാഠപുസ്തകമാക്കി. ഇപ്പോൾ ലോകം മുഴുവൻ അംഗീകരിച്ച് നല്ല പുസ്തകമാണ് ഉള്ളത്. അശ്ലീലാണ് പറഞ്ഞ് നിരോധിച്ച സാധനം ഇപ്പോൾ പാഠപുസ്തകമാണ്. അതുപോലെ 12-ാം അധ്യായത്തിൽ ഈ സൈക്ലോപ്പി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇത് ഭാഷാപരമായ ചില അസത്യങ്ങളുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം, ഫുഡ് എ സ്യൂം ഡക്ക് എന്നാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഫുഡ് എ സ്യൂം ഡക്ക്. പക്ഷെ നമ്മൾ അത് വായിക്കേണ്ടത് ഫുഡ് എ സ്യൂം ഡക്ക് എന്ന് പറയും. ഏനെ ഡക്ക് സ്യൂം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഫുഡ് എ സ്യൂം ഡക്ക് എന്നുള്ളത് കേനെ ഡക്ക് സ്യൂം. അതിന് പകരം ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അദ്ദേഹം 14-ാമത്തെ ഒരു അധ്യായമുണ്ട്. അതാണ് ഏറ്റവും രസകരമാണ്. സൂര്യദേവൻ്റെ കഥ. അതിൽ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരൻ മുഴുവനും നന്നായിട്ട് ഹാസ്യപരമായിട്ട് അനുകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിനൊരു പേര് വന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രഥമ മിമിക്രിക്കാരൻ, സാഹിത്യ മിമിക്രിക്കാരൻ, അതിനൊരു പേരിലാണ് അന്ന് അറിയപ്പെടുന്നത്. സാഹിത്യ മിമിക്രിക്കാരൻ. ഈ
ഇപ്പം അത് ഇംഗ്ലീഷ് വായിച്ചാൽ നമുക്ക് അതിൻ്റെ പിടുത്തം കിട്ടും, ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ. പക്ഷേ മലയാളത്തിൽ ഈ അതിൻ്റെ അതേ അനുകരണം വരുത്താൻ ഒരിക്കലും സാധ്യമല്ല. ഞാൻ വസന്തമാരി നേരത്തെ പറഞ്ഞു, വിവർത്തനം തന്നെ ഒരു വേലയാണെന്ന് തോന്നിക്കുന്നത് അങ്ങനെ പറഞ്ഞു. അതും ശരിയാണ്. വിവർത്തനം കൊണ്ട് നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടുന്ന ഒരു സാഹചര്യം ഇത് ശരിയായിട്ട് ആസ്വദിക്കാനൊന്നും കഴിയണമെന്നില്ല. ഒരു 25% 30% ആസ്വദിക്കാം, മറ്റൊരു എളുപ്പമില്ലാതെ. അതിൽ ഈ അതിൽ എലിസബത്തൻ കാലത്തെ ഗദ്യശൈലി, സഞ്ചാര കഥകളെയും ലാറ്റിൻ ഗദ്യശൈലിയെയും രാസഭംഗിയുള്ള ആംഗ്ലോ സാക്സൺ ഗദ്യശൈലിയെയും ഇതിൽ അനുഭവിച്ചിരിക്കും. 17-ാം നൂറ്റാണ്ടിലെ ഡയറി എഴുത്തുകാരുടെയും ജോൺ മെയ്വിലി, സാമുവൽ പെപ്പിസ്, നോവലിസ്റ്റ് ഡാനിയൽ ഡീഫോ, ഗലിവരുടെ സഞ്ചാരകഥകളുടെ കർത്താവായ ജോനാഥൻ സ്വിഫ്റ്റ്, ഐറിഷ് നോവലിസ്റ്റ് ലോറൻസ് സ്റ്റെയിൽ, 18-ാം നൂറ്റാണ്ടിലെ ഐറിഷ് സാഹിത്യകാരനായ ഒലിവർ ഗോൾഡ്സ്മിത്ത്, രാഷ്ട്രീയ തത്വചിന്തകനായ എഡ്വൻ ബർക്കെ, ഐറിഷ് നാടകൃത്തായ ഷെറിഡൻ, തത്വചിന്തകനും ചരിത്രകാരനുമായ എഡ്വേർഡ് ഗിബ്ബൺ, ഹൊറസ് വാൽപോൾ, ഇംഗ്ലീഷ് പ്രബന്ധകാരൻ ചാൾസ് ഡൺ, ഇംഗ്ലീഷ് കാൽപ്പനിക കവി തോമസ് ഡിക്കിൻസ് തുടങ്ങിയവരെ ജെയിംസ് വളരെ വിദഗ്ധമായി വളരെ തന്മയത്വത്തോടെ അനുകരിച്ചിട്ടുണ്ട്. അത് ഒരേ ശൈലി, പലതരം ആൾക്കാരെ ഇതിലൊക്കെ പല ശൈലിയാണ്. അതേ ശൈലിയിലാണ് പുള്ളി ഇതിലൊക്കെ എഴുതിയിട്ടുള്ളത്. ഇതൊരു സാധാരണ എഴുത്തുകാരന് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ജെയിംസ് ജോയ്സ് അത് മനോഹരമായി നിറവേറ്റി എന്നാണ് ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ പല പ്രത്യേകതകളും കൂടിച്ചേർന്ന ഒന്നാണ് യുലീസസ് എന്ന് പറയുന്നത്. അതിൽ എങ്ങനെയാണ് ഈ യുലീസസ് എന്നുള്ള പേര് വന്നത് എന്നുള്ളത് അത് പറയാതെ ഇത് പൂർണ്ണമായില്ല. ട്രോയിലെ യുദ്ധം കഴിഞ്ഞ് സ്വന്തം നാടായ ഇത്താക്ക എന്ന നാട്ടിലേക്ക് ഭാര്യ പെനിലോപ്പിയുടെയും മകൻ ടെലിമാക്കസിൻ്റെയും അടുത്തേക്ക് മടങ്ങിപ്പോകുന്ന ഹോമറിൻ്റെ ഒഡീസിയസിൻ്റെ സഫലമായ യാത്രയുടെ ആധുനിക പ്രതിരൂപമായി തൻ്റെ കഥയെ ജോയ്സ് മാറ്റിവെക്കുന്നു. ഈ ഒരു ജോതൻ്റെ 24 മണിക്കൂർ, അതായത് ഒരു ദിവസത്തെ കഥകളാണ്, സംഭവവികാസങ്ങളാണ് യുലീസസിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒറ്റ ദിവസത്തെ അത് 983 പേജിൽ പ്രതിപാദിച്ചിരിക്കുകയാണ്. വലിയൊരു കഥയൊന്നുമല്ല, ഇത് അന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ കഥാപാത്രമായ ജൂതനാണെങ്കിൽ മെയിൻ ഹീറോ. അയാൾ സ്വന്തം വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട്, ലിയോപോൾഡ് ബ്ലൂം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സ്വന്തം വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി അതിൻ്റെ അവിടെയൊക്കെ നോക്കി വായ നോക്കിയൊക്കെ നടന്നിട്ട് അവസാനം തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നു. ഇത്രയേ ഉള്ളൂ. അതായത് ട്രോയിലെ യുദ്ധം കഴിഞ്ഞ് സ്വന്തം നാട് എത്തായിട്ട് പെനിലോപ്പിയുടെ അടുത്തേക്ക് ഒഡീസിയസ് മടങ്ങി പോകുന്ന പോലെ യുലീസസ് സ്വന്തം വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒരു ദിവസം കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത്രയും വലിയൊരു ഇതിഹാസത്തിൻ്റെ പേരൊക്കെ ഇട്ടിരിക്കുന്നത് ജെയിംസ് ജോയ്സ്. ഇത് ഈ അനുകരണത്തിൽ മറ്റൊരു നിലയ്ക്ക് നാടകരൂപം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നാടകത്തിൻ്റെ രൂപത്തിൽ ഒരു ചേർക്കും വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം. പിന്നെ പൈങ്കിളി ശൈലിയെ പോലും ആൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ മലയാളത്തിൽ കേൾക്കുന്ന പൈങ്കിളി ശൈലി. അപ്പോൾ അതുകൊണ്ട് പൈങ്കിളി ശൈലിയിലുള്ള പുസ്തകങ്ങൾ പൊതുവെ എളുപ്പമാണ്, സാധാരണക്കാർക്ക് കൂടി വായിച്ചാൽ മനസ്സിലാവുന്ന ഒന്നാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ചാപ്റ്റർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. പൈങ്കിളി ശൈലി മാറിപ്പോകാൻ പാടില്ല എന്നുള്ളത്. ഇതിൻ്റെ ഒരു ലക്കം മുഴുവൻ ചോദ്യോത്തരമാണ്. ഒരാൾ ചോദിക്കുക, അതിന് മറുപടി പറയുക, ഒരാൾ ചോദിക്കുക, അതിന് മറുപടി, അങ്ങനെ ഒരു ചാപ്റ്റർ മുഴുവനാണ്. പിന്നെ ഏറ്റവും അവസാനത്തെ ഒരു ചാപ്റ്ററുണ്ട്, അതാണ് ഏറ്റവും പ്രശസ്തം, 18ാമത്തെ ചാപ്റ്റർ. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്ലൂമിൻ്റെ ഭാര്യ മോളി ബ്ലൂം, അവർ തുടക്കത്തിൽ ഒരു ആത്മകഥ ആണ്. ഒറിജിനൽ പുസ്തകത്തിൽ അത് 45 പേജുണ്ട്. ഞാൻ തർജ്ജമ ചെയ്തപ്പോൾ 65 പേജുണ്ട്. ഈ മോളി ബ്ലൂമിൻ്റെ ഈ
ആത്മകഥം അത് ബോധധാര രീതി, സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന ഒരു രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒഴുക്കൂടെ ഒരു 20,000 വാക്കുകളുള്ള സാധനം അതിൽ ഒഴുക്കിലിങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിനെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ആകെ വാക്യമായിട്ട് പറയുകയാണെങ്കിൽ 2 വാക്യമേ ഏകദേശം നടുവിലായിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ്, ഏറ്റവും അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ്. അതിനകത്ത് നമ്മൾ വായിച്ചാൽ മനസ്സിലാവും, കുറച്ച് ക്ഷമിച്ച് വായിച്ചാൽ മനസ്സിലാവും. ഫുൾ സ്റ്റോപ്പ് പഞ്ചശേഷം മാർക്ക് ഒന്നും തന്നെ വേറെ ഒന്നും 2 ഫുൾ സ്റ്റോപ്പ് പോകാം, സെമിക്കോളാൻ അങ്ങനെയുള്ള ഒരു പഞ്ചശേഷം കോമാസ് അതും 2 ഫുൾ സ്റ്റോപ്പ് മാത്രം നടുവിലും നടുവിലും. ഇതിനോട് അനുബന്ധിച്ചിട്ട് രസകരമായ ഒരു കാര്യം പറയാനെന്ന് വെച്ചാൽ ഇതിൻ്റെ മ്യൂസിയസിൻ്റെ ഫസ്റ്റ് പ്രൂഫ് നോക്കിയത് ഒരു സംസ്കൃത പണ്ഡിതനാണ്. അപ്പോൾ ഈ പഞ്ചശേഷന്മാരുടെ കയ്യിലുണ്ട്. അപ്പോൾ ആശാന്റെ വിചാരം ഞാനെൻ്റെ അബദ്ധത്തിൽ വിട്ടുപോയതാണ്. അപ്പോൾ ആ പാവം എന്ത് ചെയ്തു, ആ പഞ്ചശേഷന്മാർക്ക് പുള്ളിയുടെ യുക്തിക്കനുസരിച്ച് മനോധർമ്മത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചശേഷന്മാർക്കൊക്കെ അറിയും. നോക്കുമ്പോൾ ഒരു 10,000 പഞ്ചശേഷന്മാർക്കുണ്ടാവും. പക്ഷെ അതങ്ങനെ വിവർത്തനം ചെയ്യാൻ പാടില്ല. പഞ്ചശേഷന്മാർക്ക് ആ 2 മാത്രമേ പാടുള്ളൂ. എന്നാലും ആ ചാപ്റ്ററിനോട് നമ്മൾ നീതി കൊടുക്കും. അവസാനം ഞാൻ ഒരു 4-5 തവണ DPP സെൻറ്റർ സംരക്ഷിക്കേണ്ടി വരും അന്ന് തിരുത്താൻ വേണ്ടി. പിന്നെ മറ്റൊന്ന്, ഇതിന് അടിക്കുറിപ്പുകൾ ചേർത്തിട്ടുണ്ട്. അത് 4000-ലധികം അടിക്കുറിപ്പുകളാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അത് ഓരോ ചാപ്റ്ററിൻ്റെയും അവസാനം അതിനനുസരിച്ചുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു യൂസസ് അനോട്ടേറ്റഡ് എന്നുള്ള പുസ്തകത്തിന് മുഴുവനും ആശ്രയിക്കാൻ പറ്റില്ല. അതിൻ്റെ 10-1 മറ്റങ്ങനെ എടുത്തിട്ടുള്ളതിന് ഈ 4000 ചില്ല അടിക്കടി കുറിപ്പുകൾ അത് വെച്ച് വായിക്കാൻ കുറച്ച് വിഷമമായിരിക്കും. അത് ഡോക്ടർ ജോൺസൺ പറഞ്ഞത് ഇതിനെ വിശേഷിപ്പിച്ചത് അനിവാര്യമായ തീരുമാനം. അത് ഒഴിവാക്കാനും പറ്റില്ല, അതേ സമയത്ത് അത് തിരികെയാണെങ്കിൽ പോലും ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നോട്ട്സ് ആർ ഓഫൺ നെസസറി ബട്ട് ദേ ആർ നെസസറി ഈവിൾസ് എന്നാണ് ഡോക്ടർ ജോൺസൺ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനും ഭയങ്കര വലുപ്പം 1246 പേജുണ്ട്. കണ്ടാൽ ഭയങ്കര വലുപ്പം തോന്നും. 10,000 പേജുള്ള തോന്നും. പക്ഷേ കട്ടിയുള്ള കടലാസിലാണ് അടിച്ചിട്ടുണ്ട്. ചെറുതായിട്ടുള്ള ഹരീഷ് മാതൃഭൂമിയിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തി. യുലീസസ് തലക്ക് വീണ് പ്രൊഫസർ മരിച്ചു. ഹരീഷ് സാഹിത്യകഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തമാശ എഴുതിയതാണ്. നിങ്ങൾ ചെറിയ യുലീസസ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഒറിജിനൽ യുലീസസ് 750 മറ്റേ പേജുണ്ട്. ഇത് 550 പേജ് വന്നിട്ട് പുള്ളി അതിൻ്റെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇത് മറ്റൊരു തമാശ ഇതിൻ്റെ വലിപ്പത്തിനെ കുറിച്ചിട്ടാണ്. നമ്മളെ അമരിച്ച നമ്മുടെ പ്രിയപ്പെട്ട നാടകം വെല്ലുവിളിക്കുന്നത്. ഏതെങ്കിലും സദസ്സിൽ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലി കളിക്കും. ഇയാളെ കാണുന്ന എനിക്ക് പേടിയാണ്. അങ്ങനെ ആളുകളൊക്കെ നോക്കുന്നത് എന്താന്ന് അല്ല ഒന്നല്ല, ഇയാളെ കടുകെട്ടിയായിട്ടുള്ള ഈ ഇത്ര വലുപ്പമുള്ള ഒരു സാഹചര്യമായിട്ട് അതൊന്ന് പറഞ്ഞാണ്. പല സദസ്സിലും ആ തമാശ നോക്കി. അല്ലെങ്കിൽ തന്നെ നേരിൽ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ തനിക്ക് ഇത്രയും കടുകെട്ടിയായിട്ട് സാധനം പ്രാന്തായിരുന്നു. ഇത് തമാശ വരുള്ളൂ. ഇതിൽ ഞാൻ ഈ യുലീസസിൽ അനുഭവിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട തർജ്ജമയാണ്. ലോകം പൊതുവെ അംഗീകരിച്ചിട്ടുള്ള അതാണ്. നമ്മുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനനുസരിച്ചിട്ടുള്ള തർജ്ജമ യഥാർത്ഥ തർജ്ജമയല്ല. ഇതൊരു സ്വതന്ത്ര സൃഷ്ടിയോടെ പ്രധാനപ്പെട്ട തർജ്ജമയാണെങ്കിലും അത് യാന്ത്രികമായിട്ട് വായനയ്ക്ക് ഒടുക്ക് വേണം. എന്നാൽ ഒന്നും അതിൻ്റെ വിട്ടു പോകാനും പാടില്ല. അതിൻ്റെ അർത്ഥം മുഴുവനും അത് വേറെ പൂർണ്ണമായിട്ടും വേണം. അങ്ങനെ ചില നിയമങ്ങളും ഉണ്ടായിരുന്നു. മാജിക് മൗണ്ടൻ എന്നുള്ള കൃതി സമ്മാനം ലഭിച്ചിട്ടുണ്ട്. മാജിക് മൗണ്ടൻ എന്ന കൃതിയിൽ ഇതിൻ്റെ ഓതറായിട്ടുള്ള തോമസ് മാൻ പറയുന്നത്
ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഒറിജിനൽ ഗ്രന്ഥകാരൻ്റെ ആശയവും സ്വാരസ്യവുമെല്ലാം വളരെ വ്യക്തമാണ്. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയണം. ഇത് കാരണം അദ്ദേഹം പദാനുപത വിവർത്തനമാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രന്ഥകാരൻ്റെ വികാരവും ശൈലിയുമെല്ലാം വിവർത്തനത്തിൽ വരുത്താൻ പദാനുപത വിവർത്തനം തന്നെ വേണം എന്നാണ് തോമസ് വളരെ നിഷ്കർഷയോടെ പറയുന്നത്. പിന്നെ യുലീസസിന് സാധാരണ ലോകപ്രസിദ്ധമായിട്ടുള്ളൊരു കൃതിയാകുമ്പോൾ ലോകത്തുള്ള എല്ലാ ഭാഷകളിലും നമുക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം ഡോൺ ക്വിക്സോട്ട്, ബൈബിള് കഴിഞ്ഞാൽ ഏറ്റവും അധികം തർജ്ജമ ചെയ്തിട്ടുള്ള ഡോൺ ക്വിക്സോട്ടാണ്. അപ്പോൾ ഞാൻ തർജ്ജമ ചെയ്ത് 70 ബിസിക്സിൻ്റെ 3-4 മാസങ്ങളിലാണ്. പക്ഷെ ഇത് ആകെ 20 രാജ്യങ്ങളിലേക്ക് ചുരുക്കുന്നു. ഇന്ത്യയിൽ ആകെ മലയാളത്തിൽ മാത്രം. അപ്പോൾ തമിഴിൽ ചെയ്യേണ്ടത് കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് അവിടെ ഒരു തമിഴ് സാഹിത്യകാരൻ പേരുമാണ് തമിഴ് ചെയ്യാൻ പുറപ്പെട്ടിരുന്നതാണ്. മലയാളത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ആൾ അഭിനയിക്കുകയും ചെയ്യും. അതുവരെ ഇറങ്ങിയിട്ടില്ല തമിഴിൽ. ഇന്ത്യയിൽ ആദ്യമായിട്ട് മലയാളത്തിൽ മാത്രമാണ് ഇത് തർജ്ജമ ചെയ്തിട്ടുള്ളത്. പിന്നെ തർജ്ജമയായിട്ടുള്ള മറ്റ് സ്ഥലങ്ങൾ ചൈനീസിൽ ചെയ്തിട്ടുണ്ട്, അറബിക്കിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ ടർക്കിഷ്, ലാറ്റിയൻ, ഫ്രഞ്ച്, ഐസ്ലാൻഡിക് ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളൂ. വേറെ ഇത് അങ്ങനെയൊക്കെ നമുക്ക് അഭിമാനിക്കാം. മലയാളത്തിൽ ചെയ്തല്ലോ എന്നുള്ളതിൽ അറിയാം. എനിക്കും ഒരു ചാരിതാർത്ഥ്യം അതാണ്. ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തല്ലോ. പിന്നെ ചെയ്യുമ്പോഴേ ഈ വിവർത്തനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവർത്തകനെ സ്വന്തമായ ഒരു ശൈലി പാടില്ല. വിവർത്തകനെ സ്വന്തമായിട്ട് ശൈലി പാടില്ല. അയാൾ ആരെയാണോ നമ്മൾ വിവർത്തനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹത്തിലേക്ക് നമ്മളെ ആവാഹിച്ച് ആ ശൈലിയിലാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് യുലീസസ് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ശൈലിയിൽ അവർക്ക് വിവർത്തനം ചെയ്യാൻ അത് പറ്റില്ല. എങ്ങനെ ചെയ്താലും അയാളെ ശൈലിയിലേക്ക് അത് മാറിയിട്ടില്ല. ഉദാഹരണമായിട്ട് മഹാകവി ചങ്ങമ്പുഴ അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ചില കൃതികളൊക്കെ വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ആ കവിതയുടെ സ്വതസിദ്ധമായ ശൈലിയുണ്ട്. അലരണീക്കാടുകൾ തിങ്ങിനീങ്ങി അർത്ഥകാന്തി അതേ ശൈലിയിൽ തന്നെയാണ് അത് ഇതിലേക്ക് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അറിയുന്നത് അങ്ങനെ ഉപയോഗം പറയാറുണ്ട്. അതുകൊണ്ടാണ് സ്വന്തമായ ശൈലി പാടില്ലാന്ന് വിവർത്തനത്തിൽ അങ്ങനെ പറയുന്നത്. പിന്നെ ഇതിലാണെങ്കിൽ പല വാക്കുകളും നമ്മൾ ഡിക്ഷണറിയിൽ ആദ്യം കാണുന്ന അർത്ഥമില്ല. ഔട്ട്സൈഡർ എന്നുള്ളൊരു വാക്കുണ്ട്. ഔട്ട്സൈഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുക അന്യൻ, പുറത്തുള്ള ആൾ എന്തൊക്കെയാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് കഥാപാത്രമായിട്ടുള്ള ബ്ലൂമൻ, അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണ് ഈ ഔട്ട്സൈഡർ എന്ന് പറയുന്നത്. ബ്ലൂമിൻ്റെ ഇപ്പോൾ അതിൻ്റെ ഔട്ട്സൈഡർ എന്നുള്ളതിന് ശരിക്കുള്ള മറ്റൊരർത്ഥം പന്തയത്തിൽ ജയിക്കാൻ സാധ്യതയില്ലാത്ത പ്രതികരണം. ഇവിടെ ബ്ലൂമി ഒരു ഔട്ട്സൈഡറാണെന്ന് തൻ്റെ ഭാര്യയോട് പറയുന്നത്, മേരി ബ്ലൂം. കാരണം അയാൾക്ക് ലൈംഗികമായിട്ടുള്ള കഴിവ് കുറവാണ് എൻ്റെ ഭർത്താവ്. അപ്പോൾ ലൈംഗികമായിട്ടുള്ള വേളികളിൽ അദ്ദേഹം ഒരു ഔട്ട്സൈഡറാണ്. അതിന് ജയിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്. വലിയ വലിയ ചൂണ്ടിക്കാണിക്കാനാണ് ഇവിടെ ഔട്ട്സൈഡർ എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ വാക്കുകളൊക്കെ ഉണ്ട്. നമ്മൾ ഡിക്ഷണറി ഗൂഗിളൊക്കെ ധാരാളം നോക്കിയാൽ കൃത്യമായിട്ട് അർത്ഥം കിട്ടും. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബോറടിപ്പിച്ചില്ല തോന്നി. അതുപോലെ ഇങ്ങനെ പുസ്തകം വിവർത്തനം ചെയ്തിട്ടുള്ള ചാർജാർത്തും ഇപ്പോഴും എനിക്കുണ്ട്. ഇപ്പോഴും ഞാൻ ഒരു 80 പുസ്തകം അപ്പോൾ വിവർത്തനം ചെയ്ത് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഞാൻ അറിയപ്പെടുന്നത് യുലീസസിൻ്റെ വിവർത്തനം എന്നുള്ള പേരിലാണ്. ആ നിലയ്ക്ക് കുറച്ച് അഭിമാനം യാഥാർത്ഥ്യമുണ്ട്.
എന്നെ കേട്ടിരുന്നതിന് എൻ്റെ ഈ വികലമായ പ്രഭാഷണം കേട്ടതിന് എനിക്ക് നടത്തുന്നു.